സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനും പ്രഭാവതിയും ക്ഷേത്രത്തിൽ പോയ സമയത്ത് ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ സിദ്ധാർത്ഥനും ദേവികയും രാധാമണി അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. ആ സമയം നോക്കി രാധാമണി അമ്മയാണെങ്കിൽ തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി വടിവാളും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ദേവികയോട് ഒരു കോഫി ആവശ്യപ്പെടുന്നുണ്ട് സിദ്ധു. അങ്ങനെ കോഫിയായിട്ട് വരുന്ന ദേവിക കാണുന്നത് വടിവാളുമായിട്ട് സിദ്ധാർത്ഥനെ വെട്ടാൻ നിൽക്കുന്ന രാധാമണിയാണ്. രാധാമണിയാണെങ്കിൽ വടിവാള് ആഞ്ഞു വീശുന്നു. പിന്നെ സിദ്ധാർത്ഥന് എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ ദേവികയാണെങ്കിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പോലീസിനെ ഒന്നും വിളിക്കാതെ നേരെ അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനെ ആരോ കൊലപ്പെടുത്തിയെന്നും വീട്ടിൽ മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അരുന്ധതി പുറമെ ദേവികയെ കാണിക്കാൻ വേണ്ടിയിട്ട് സങ്കടമൊക്കെ നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ വീടൊക്കെ അടച്ചു പൂട്ടി നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദനും പ്രഭാവതിയും ക്ഷേത്രത്തിൽ പോയി വരുന്നു. ദേവികയുടെ കരച്ചിൽ കണ്ടിട്ട് അവർക്ക് ആദ്യം ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ഡോറൊക്കെ പൂട്ടി മോൾ എങ്ങോട്ടേക്കാണ് പോയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ദേവികയാണെങ്കിൽ ഒന്നും പറയുന്നില്ല, കരയുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ അരുന്ധതി കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അത് കണ്ടതും പ്രഭാവതിക്ക് മറ്റെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇവർ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ വഴക്കു പറയുകയോ ചെയ്തോ, അതിനാണോ നീ കരയുന്നത്? അപ്പം നന്ദനാണെങ്കിൽ ചോദിക്കുന്നത്, നീ എന്തിനാ ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? കാരണം ആ സ്റ്റേഷനിൽ വെച്ച് അച്ഛനോടും അമ്മയോടും മോശമായി പെരുമാറിയതിൻ്റെ പേര് നന്ദനാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ അരുന്ധതിയോട് അത്ര സ്നേഹമൊന്നും പറയാനില്ല. ആ സമയത്ത് ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. പറയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അരുന്ധതിയാണെങ്കിൽ എന്ത് പറയുന്നെങ്കിലും മരണത്തെക്കുറിച്ചും വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അരുന്ധതിയാണെങ്കിൽ ദേവികയെ കൊണ്ട് ചന്ദ്രോത്ത് വീട് തുറപ്പിച്ച് അകത്തേക്ക് കയറുന്നു. അപ്പം മേളത്തെ നിലയിലൊക്കെ പോയി നോക്കുന്നെങ്കിലും അവിടെ കാണുന്ന കാഴ്ച ആകെ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും ദിവസം യാതൊരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കിയ ആ അമ്മയെ വായും മൂടിക്കെട്ടി കൈയും കെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ആവുന്നതും അരുന്ധതിയെ നോക്കി പറയുന്നു, തൻ്റെ വായിലെ കെട്ടൊന്നഴിച്ചു വിട്, താൻ ചില സത്യങ്ങൾ പറയാന്നുള്ള രൂപത്തിൽ. പക്ഷേ അരുന്ധതിയാണെങ്കിൽ രാധാമണിയെ കണ്ടതും ആകെ പേടിക്കുന്നു. ഇനി മിക്കവാറും സിദ്ധാർത്ഥനെ ഇവർക്ക് കൊല്ലാൻ പറ്റിയില്ലേ, ഇനി ഇവർ സിദ്ധാർത്ഥനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെങ്കിലും കണ്ടു കാണുമോ? അങ്ങനെ സംശയപ്പെട്ട് അവരാണെങ്കിൽ നേരെ താഴേക്ക് വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നു, മേളിത്തെ നിലയിൽ ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്നു, പക്ഷേ സിദ്ധാർത്ഥൻ്റെ ഡെഡ് ബോഡി അവിടെ കാണാനില്ലല്ലോ എന്ന് പറയുന്നതും പ്രഭാവതിയും നന്ദനും ആകെ അങ്ങ് ഷോക്കാകുന്നു. എന്താ പറഞ്ഞ സിദ്ധാർത്ഥൻ്റെ ഡെഡ് ബോഡിയോ? പ്രഭാവതി ആണെങ്കിൽ ഉറഞ്ഞു തുള്ളി ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും നമ്മുടെ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നു, എന്നെ ദേവിക ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് സിദ്ധാർത്ഥനെ ആരോ കൊലപ്പെടുത്തിയെന്നും ഈ വീട്ടിൽ ആരുമില്ല, ഒന്ന് സഹായത്തിന് വരണമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞതിൻ്റെ പേരിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ, ആണോ ദേവി, സത്യമാണോ? അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നന്ദനും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അച്ഛന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തന്നെയായിരിക്കും സാധ്യത. അതായത് രാധാമണി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീ അല്ലെന്നും ഈ മേഡം കൊട്ടേഷൻ കൊടുത്തത് പ്രകാരം നമ്മുടെ വീട്ടിലേക്ക് കയറി പറ്റിയ ഒരു സ്ത്രീയാണ്. അച്ഛൻ്റെ അമ്മയുടെയും ജീവൻ അപഹരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. തക്ക സമയത്ത് ഏതോ ഒരു ദൈവഭാഗ്യത്തിനാണ് അച്ഛൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സിദ്ധു ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമായിരിക്കും. അങ്ങനെ പ്രഭാവതിയും സിദ്ധുവും ദേവികയും നന്ദനും എല്ലാവരും കൂടി നമ്മുടെ അരുന്ധതിയെ പൊരിക്കുന്ന ആ ഒരു നിമിഷങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അരുന്ധതിയുടെ ഓവർ കോൺഫിഡൻസ് ദേവികയും നന്ദനെയും സ്നേഹം നടിച്ച് കൂടെ നിർത്തിക്കൊണ്ട് ചന്ദ്രോത്ത് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എതിരെ പൊരുതാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ മാർഗങ്ങൾ നോക്കി. എങ്കിലും അതൊന്നും അങ്ങനെ വ്യക്തമായിട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊലയാളികളെ ആ വീട്ടിൽ കയറ്റി അവരെ കൊന്നിട്ട് ഒന്നും അറിയാത്ത രൂപത്തിൽ ദേവികയോടും നന്ദനോടും സ്നേഹം കാണിച്ച് നിൽക്കാനുള്ള ആ ഒരു മനസ്സും സമ്മതിക്കണം. എന്തായാലും നമ്മുടെ ദേവിക MLA അല്ലേ, ഗ്യാസ് ലീക്ക് ചെയ്ത് പ്രഭാവതി മേഡത്തെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലും സിദ്ധാർത്ഥൻ സാറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിനും രാധാമണിക്ക് നല്ല ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുമായിരിക്കും. എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് അവർ സന്തോഷത്തോടെ പടിയിറങ്ങണമെന്നും അവർക്ക് നല്ലൊരു ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് സിദ്ധാർത്ഥനും പ്രഭാവതിയും നന്ദനും ദേവികയെല്ലാം. എന്തായാലും അരുന്ധതിയുടെ കൊട്ടേഷൻ സ്വീകരിച്ചു വന്ന രാധാമണി അമ്മയ്ക്കും കൊട്ടേഷൻ കൊടുത്ത അരുന്ധതിക്കും
നല്ല ഒന്നൊന്നര തിരിച്ചടിയാണ് നമ്മുടെ ദേവിക കൊടുത്തിരിക്കുന്നത്. ദേവിക വന്നിങ്ങനെ കള്ളം പറയുമെന്ന് സ്വപ്നത്തിൽ പോലും അരുന്ധതി പ്രതീക്ഷിച്ച് കാണില്ല. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം.